ഇടങ്കാലിനാൽ ലോകം ജയിച്ച മാരിവില്ല് പോലൊരുവൻ ലയണൽ ആന്ദ്രേസ് മെസ്സി. മറുവശത്ത് സകലം തച്ചുടച്ച് വേരോടെ പറിച്ചെറിയുന്ന ഒരു മഹാകൊടുങ്കാറ്റ് കിലിയൻ എംബാപ്പെ. ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിൻ്റെ മന്ത്രികരാവിൽ ഇരുവരും എവിടെ നിർത്തിയോ അതേ ഇടത്തു നിന്ന് തന്നെ ആ യുദ്ധം വീണ്ടും തുടങ്ങുകയാണ്. രണ്ട് ഫുട്ബോൾ യുഗങ്ങളുടെ അദൃശ്യമായ മഹാപോരാട്ടം. ലയണൽ മെസ്സിക്ക് പ്രായം 39ൻ്റെ പടിവാതിൽക്കലാണ്. കിലിയൻ എംബാപ്പയ്ക്കോ 27ൻ്റെ ചോരത്തിളപ്പ്. രണ്ട് തലമുറകൾ നേർക്കുനേർ നിൽക്കുന്ന അത്യപൂർവമായൊരു യുദ്ധഭൂമി. മെസ്സിയോടൊപ്പം കളി തുടങ്ങിയവരും ഒപ്പം ഓടിയവരും ബൂട്ടഴിച്ച് ഗാലറിയിലെ ശീതളിമേൽ ഇരിക്കുകയാണ്. പലരും കൊച്ചുമാരും കമൻറ്റേറ്റർമാരുമായി മാറി. പക്ഷേ ഈ മനുഷ്യൻ, സിരകളിൽ വറ്റാത്ത മാന്ത്രികതയുള്ള ഈ 10ാം നമ്പറുകാരൻ ഇന്നും ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ചെറുപ്പക്കാർക്കെതിരെ നെഞ്ചു വിരിച്ചു പൊരുതുകയാണ്. മറുപുറത്തുള്ള ആ ഫ്രഞ്ച് പടയാളിയെ നോക്കൂ. എതിരിടേണ്ടത് ഫുട്ബോൾ ദൈവമാണെന്നോ ലോകം നെഞ്ചേറ്റിയ മിശിഹ ആണെന്നോ ഉള്ള യാതൊരു ഭയവും അയാൾക്കില്ല. ആരെയും വണങ്ങാനുമില്ല. ആരായാലും എത്ര വലിയ ഇതിഹാസമായാലും ശരി, അതിനെയെല്ലാം തച്ചുടക്കുക, ആ ചാരത്തിന്മേൽ സ്വന്തം വിജയക്കൊടി നട്ടുക എന്നത് മാത്രമാണ് അയാളുടെ ഏക ലക്ഷ്യം. മൈതാനത്ത് മെസ്സി ഒരു കവിയാണ്. അയാൾ പതുക്കെ നടക്കും, പ്രതിരോധത്തിലെ വിടവുകൾ കണ്ടുകൊണ്ടളക്കും. പക്ഷേ പന്താ കാലുകളിൽ വന്നു തൊടുന്ന നിമിഷം മുതൽ മൈതാനം ഒരു നൃത്തവേദിയായി മാറും. പിന്നീട് നമ്മൾ കാണുന്നത് പന്തും അയാളും തമ്മിലുള്ള പ്രണയ നൃത്തമാണ്. ശരീരം കൊണ്ടുള്ള ചെറിയൊരു ചരിവ് കൊണ്ട്, അല്ലെങ്കിൽ വെറുമൊരു കൺചിമ്മലിൻ്റെ വേഗതയിൽ അയാൾ പ്രതിരോധത്തെ കീറിമുറിച്ച് കടന്നുപോകും. ഒരു ചെസ് ഗ്രാൻഡ് മാസ്റ്ററുടെ ബുദ്ധിയോടെ, കൃത്യമായ കണക്കുകൂട്ടലുകളോടെ. എന്നാൽ എംബാപ്പെ ഒരു വേട്ടമൃഗമാണ്. വേഗതയാണ് അയാളുടെ മാരകായുധം. ഒരു ചീറ്റപ്പുലിയുടെ അതേ ശൗര്യം. ഡിഫൻഡർമാരെല്ലാം വെറും കാഴ്ചക്കാർ മാത്രം. വിങ്ങിൽ ബോക്സിലേക്ക് ഇരച്ചു കയറുന്ന അയാൾ ഡിഫൻഡർമാരുടെ പേടി സ്വപ്നമായി നിലനിൽക്കുന്നു. ഈ ലോകകപ്പിൽ തൊടുത്ത 2 ലോങ് റേഞ്ചറുകൾ അയാളുടെ കരുത്തിൻ്റെ അടയാളമാണ്. ഇന്നലത്തെ രാത്രി എങ്ങനെ മറക്കാൻ? ഡാലസിൻ്റെ ആകാശത്ത് മിശിഹായുടെ മന്ത്രവെടി വീണ്ടും അത്ഭുതങ്ങൾ കാണിച്ച ദിനം. ആ പെനൽറ്റി കിക്ക് ലക്ഷ്യം കാണാതെ പുറത്തുപോയ നിമിഷം ഓർമ്മയില്ലേ? മെസ്സി മുഖം പൊത്തി നിന്ന നേരം, എതിരാളികൾ പരിഹാസവുമായി ചീറിയെടുത്ത നിമിഷം. പക്ഷേ വീണെടുത്തു നിന്ന് രൗദ്രഭാവത്തോടെ മാന്ത്രിക വെടി വീശി അയാൾ ഉയർത്തുപൊന്തി. ഒടുവിൽ 38ാം മിനിറ്റിൽ ആദ്യ ഗോൾ പിറന്നു. ചരിത്രം അയാൾക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്നു. ഗാലറിയിലിരുന്ന അമ്മമാർ മടിയിലിരുന്ന കുഞ്ഞുങ്ങൾക്ക് ആ ചരിത്രം വിവരിച്ചു കൊടുത്തു. അവിടം കൊണ്ടും തീർന്നില്ല. കളി അവസാനിക്കാൻ സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ ഇഞ്ചുറി ടൈമിൻ്റെ നെഞ്ചിടിപ്പിൽ 2ാമത്തെ ഗോൾ. ലോകകപ്പ് ചരിത്രത്തിലെ മെസ്സിയുടെ 18ാം ഗോൾ. പക്ഷേ ക്ലോക്കിലെ സൂചിമണികൾ അധികം കറങ്ങിയിട്ടില്ല. ഫിലാഡൽഫിയയിൽ അടുത്ത തരംഗം ആഞ്ഞു വീശി. ഇടിയെയും മിന്നലിനെയും കീറിമുറിച്ച് എംബാപ്പെ വന്നു. ആ 14ാം മിനിറ്റ് എങ്ങനെ മറക്കാൻ? മൈതാനത്തിൻ്റെ വലതുഭാഗത്ത് നിന്ന് മൈക്കൽ ഒലീസ് നൽകിയ മനോഹരമായ പാസ് സ്വീകരിക്കുമ്പോൾ എംബാപ്പെ ബോക്സിന് വെളിയിലാണ്. ഇറാഖി പ്രതിരോധം അയാളെ വളയാൻ ശ്രമിച്ചെങ്കിലും ഒരു കൺചിമ്മിൽ വേഗതയിൽ അയാളെ വിടവ് കണ്ടെത്തി. പിന്നീട് നമ്മൾ കണ്ടത് ആ കാലുകളുടെ പവറാണ്. ഏകദേശം 22 മീറ്റർ അകലെ നിന്ന് തൻ്റെ സകല ശക്തിയും ആവാഹിച്ച് ആ ഇടങ്കാല് കൊണ്ട് തൊടുത്ത തണ്ടർ ബോൾട്ട്. മണിക്കൂറിൽ 119 കിലോമീറ്റർ വേഗതയിലാണ് ആ പന്ത് ഇറാഖ് വലയിലേക്ക് തുളച്ചു കയറിയത്. ഗോൾ കീപ്പർ അഹമ്മദ് ബേസിലിന് കൈകളൊന്നും ഉയർത്താൻ പോലും സമയം കിട്ടിയില്ല. പിന്നാലെ മറ്റൊരു ഗോൾ കൂടി. മിറോസ്ലാവ് ക്ലോസയുടെ 16 ഗോളുകൾക്കൊപ്പം ഇനി മുന്നിലുള്ളത് മെസ്സി മാത്രം. ആൻഡ് ദ ഹണ്ട് ബിഗിൻസ്. അമേരിക്കൻ മണ്ണിൽ ആദ്യ നിമിഷം മുതൽക്കേ അവർ പരസ്പരം തീ കൊളുത്തിയതാണ്. ആദ്യം കനലെരിഞ്ഞത് ലയണൽ മെസ്സിയുടെ ഇടങ്കാലിൽ. അൾജീരിയക്കെതിരെയുള്ള ഉദ്ഘാടന മത്സരം എങ്ങനെ മറക്കാൻ? അൾജീരിയൻ പ്രതിരോധത്തെ വെറും കളിപ്പാവുകളാക്കിയ നിമിഷങ്ങൾ. ഒന്നിനു പിറകെ ഒന്നായി 3 തവണയാണ് മെസ്സി വലയെ ചുംബിച്ചത്. എന്നാൽ ആ ആവേശം മടങ്ങുന്നതിന് മുമ്പ് ഫ്രാൻസിൻ്റെ നീലക്കുപ്പായത്തിൽ അടുത്ത കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. സെനഗലിനെതിരെയുള്ള മത്സരത്തിൽ ആ വേഗതയുടെ അഗ്നിച്ചിറകുകൾ നമ്മൾ കണ്ടതാണ്. ആഫ്രിക്കൻ കരുത്തുമായി വന്ന സെനഗലിൻ്റെ വൻമതിലുകളെ തൻ്റെ അമാനുഷിക വേഗം കൊണ്ട് എംബാപ്പെ കീറിമുറിച്ചു. 2018 ലോകകപ്പ് ഓർമ്മയില്ലേ? കസാനിൻ്റെ കളിമുറ്റത്ത് ആൽബി സെലസ്റ്റൻ കണ്ണീർ വീണ രാത്രി. അന്ന് വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൗമാരക്കാരൻ അർജന്റീനയെ വരഞ്ഞുവിട്ടു. അർജന്റീനയുടെ ലോകകപ്പ് സ്വപ്നങ്ങൾ ഒരു 19കാരൻ ചവിട്ടിമതിച്ച ദിവസം. കിലിയൻ എംബാപ്പയുടെ വിനാശകരമായ വേഗതയ്ക്ക് മുന്നിൽ അർജന്റീന തകർന്നു തരിപ്പണമായ നിമിഷങ്ങൾ. റഷ്യയിലെ ആ പുൽമൈതാനത്ത് തലകുനിച്ചു നിന്ന ലയണൽ മെസ്സിയുടെ മുഖത്തെ എങ്ങനെ മറക്കാൻ? ഫ്രഞ്ചുകാർ മെസ്സിയെ പരിഹസിച്ച് ആർമാദിച്ച ദിവസം. എന്നാൽ കാലം ഒരു മറുപടി അവർക്കും കാത്തുവെച്ചിരുന്നു. അടുത്ത അംഗം 2022 മാരിവില്ലും കൊടുങ്കാറ്റും കൊമ്പുകോർത്ത ഐതിഹാസിക ഫൈനൽ. എംബാപ്പെ ഒറ്റയ്ക്ക് പോരാടി ഹാട്രിക് നേടിയിട്ടും അന്ന് ഫുട്ബോൾ ദൈവങ്ങൾ മെസ്സിയോടൊപ്പമായിരുന്നു. ലോകകിരീടം ഉയർത്തി മെസ്സി ഉദിച്ച രാത്രിയിലും എംബാപ്പെ വീര്യം ചോരാതെ മടങ്ങി. അർജന്റീൻ താരങ്ങൾ ഡ്രസ്സിംഗ് റൂമിലും ബ്യൂണസ് ഐറിസിൻ്റെ തെരുവുകളിലും എംബാപ്പയെ പരസ്യമായി പരിഹസിച്ചു. എംബാപ്പയുടെ പാവകളുമേന്തിയുള്ള ആഘോഷം വലിയ കോലാഹലങ്ങളുണ്ടാക്കി. റെക്കോർഡുകൾ ഇനിയും തകരും. മൈതാനങ്ങൾ ഇനിയും കനലുകളാൽ കത്തിയമരും.
മിശിഹ മാന്ത്രിക നടനം തുടരും. പിന്നാലെ ഫ്രഞ്ച് വേട്ടക്കാരനും ഓടിയെത്തും. ഈ ഇതിഹാസ കഥയുടെ അടുത്ത അധ്യായത്തിനായി ഇമ വെട്ടാതെ കാത്തിരിക്കാം.